ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറിങ് സെഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് T2.5 T5 എഞ്ചിനുകളാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ജോസഫിനോട് ചോദിക്കാം. ഈ രണ്ട് എഞ്ചിൻ്റെ പ്രത്യേകത എന്താ? ഈ രണ്ട് മോഡൽ എന്ന് പറയുന്നത് കവേർഡ് ടൈപ്പാണ്. അതുപോലെ തന്നെ ഇതൊരു വെർട്ടിക്കൽ ഷാഫ്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വാട്ടർ കൂൾഡ് ആണ്. പിന്നെ ഇതൊരു 2 സ്ട്രോക്ക് എഞ്ചിനാണ്. അതായത് നമ്മൾ പെട്രോൾ ഓയിൽ മിക്സ് ചെയ്യണം, അങ്ങനത്തെ ഒരു മോഡലാണിത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഔട്ട് ബോർഡ് വെച്ചിട്ട് ഈ രണ്ട് ഔട്ട് ബോർഡിനുള്ള പ്രത്യേകത എന്താ? ബാക്കിയുള്ള ഔട്ട് ബോർഡ് അതായത് ലോങ് ടെയിൽ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അതായത് നമ്മുടെ വഞ്ചിയിൽ നമ്മൾ ബോൾട്ടും നട്ടും വെച്ച് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്കത് ഊരണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതുണ്ട്. പക്ഷേ നമ്മുടെ ഇങ്ങനത്തെ ഈ വെർട്ടിക്കൽ മോഡൽ എന്ന് വെച്ചാൽ ജസ്റ്റ് ക്ലാമ്പിലാണ് ടൈറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ ഈ ക്ലാമ്പ് ലൂസാക്കിയിട്ട് നമുക്ക് ഇത് കൊണ്ടുപോകാം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോങ് ടെയിലിനെ ബേസ് ചെയ്ത് ഈസിയാണ് ഹാൻഡിൽ ചെയ്യാൻ. അതായത് നമുക്കൊന്ന് വളക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ നമുക്ക് തിരിച്ചാൽ ഈസി ആയിട്ട് വളക്കാം. മറ്റേതാകുമ്പോൾ ഭയങ്കര ചുറ്റിയാണ് വരിക. പിന്നെ അതുപോലെ തന്നെ ഇതിൽ റിവേഴ്സ് ഉണ്ട്. റിവേഴ്സ് എന്ന് വെച്ചാൽ ഇതിന് 360 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഈ 2.5 എന്ന് പറഞ്ഞ മോഡലിൽ ഹാൻഡിൽ നമുക്ക് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് റിവേഴ്സ് വരും. അതായത് പോപ്പുലർ നേരെ തിരിഞ്ഞു വന്ന് റിവേഴ്സ് പോകും. അത് നേരെ T5 എന്ന് പറഞ്ഞ മോഡലിലാവുമ്പോൾ ഒരു പരിധിക്കുള്ളിൽ തിരിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇതിൽ റിവേഴ്സ് ഗിയർ ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു ലിവർ വെച്ച് റിവേഴ്സ് ഇടാം, ന്യൂട്രൽ ഉണ്ട്, അതുപോലെ തന്നെ ഫോർവേഡും ഉണ്ട്. അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വന്നൊരു കമന്റ് ആണ്, അത് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ കസ്റ്റമേഴ്സ് ചോദിക്കുന്നതാണ്. ഇത് വെള്ളത്തിന് പുറത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ ഈ എഞ്ചിൻ എന്തെങ്കിലും പറ്റുമോ? പൊതുവെ ജനറൽ പർപ്പസ് എഞ്ചിൻ എന്ന് പറയുന്നത് എയർ കൂൾഡ് എഞ്ചിനാണ്. അത് നമുക്ക് കരയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഇങ്ങനത്തെ വെർട്ടിക്കൽ എഞ്ചിൻ എന്ന് പറയുന്നത് വാട്ടർ കൂൾഡ് ആണ്. അപ്പോൾ ഒരു വെള്ളം അല്ലെങ്കിൽ പ്രൊപ്പലർ വെള്ളത്തിൽ മുക്കാണ്ട് നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. നമ്മളത് ഇപ്പോൾ സർവീസ് ചെയ്യണമെങ്കിൽ പോലും നമ്മളത് ചെയ്യുന്നത് ഒരു ഡ്രമ്മിൽ മുക്കി വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് വാട്ടർ കൂൾഡ് എഞ്ചിൻ എപ്പോഴും നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഇത് പുറത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്ത എഞ്ചിൻ ഡാമേജ് ആവുന്നതാണോ? ഡാമേജ് ആവുന്ന വെച്ചാൽ ഓവർ ഹീറ്റ് വരും. അത് ഡാമേജ് ആവാൻ വളരെ ചാൻസ് കൂടുതലാണ്. പൊതുവെ എല്ലാവർക്കും അറിയേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ല, എല്ലാവർക്കും അറിയേണ്ടത് ഇതിന്റെ മൈലേജിനെ പറ്റിയാണ്. പിന്നെ ഈ രണ്ട് എഞ്ചിനാണെങ്കിൽ 2 സ്ട്രോക്കും ആണ്. അപ്പോൾ ഇതിന്റെ മൈലേജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? 2.5 HP മോഡലിൽ നമ്മൾ പറയുന്ന മൈലേജ് 45 മിനിറ്റ്സ് ആണ് പെർ ലിറ്റർ. അതുപോലെ തന്നെ 5 HP വരുന്നത് 30 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഒരു ഡൗട്ടാണ്, ഇതിന് രണ്ട് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എത്ര വരും? 5 HP വരുന്ന ടാങ്ക് കപ്പാസിറ്റി 2.5 ലിറ്റർ ആണ്. 2.5 HP മോഡൽ വരുന്നത് 1300 ആണ്. അതൊന്ന് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ടാങ്ക് എങ്ങനെയാണെന്ന്. ഇതാണ് ടാങ്ക്. ഇതിന്റെ ഫ്യൂൽ ക്യാപ്പാണ്. അപ്പൊ ഇതെന്താ ഇതിന്റെ മേളിൽ വേറൊരു ക്യാപ്പ്? ഇതാണ് ഇതിന്റെ പെട്രോൾ ഒഴിക്കുന്ന ക്യാപ്പ്. ഇതിന്റെ പൊക്കത്തുള്ള ഈ ഒരു നോബ് എന്താന്ന് വെച്ചാല് നമുക്ക് കാർബറേറ്ററിൽ പെട്രോൾ ഇറങ്ങാൻ വേണ്ടി എയർ സക്ക് ചെയ്യണ വാൽവ് പോലെ ഉള്ള ക്യാപ്പാണിത്. ബോട്ട് ഓടിക്കുമ്പോൾ ഇത് തുറന്നു വെക്കണം, എന്നാലേ എയർ കയറി നേരെ പെട്രോൾ ഇറങ്ങുള്ളൂ. ഉപയോഗം കഴിയുമ്പോൾ ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മൾ ഇതിന് അഡീഷണൽ ആയിട്ട് ഫ്യൂൽ കരുതണോ? അഡീഷണൽ ആയിട്ട് ഫ്യൂൽ കരുതണമെന്ന് വെച്ചാൽ കരുതണം. ഇതിൽ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷെ 5 HP നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ആ ക്യാനിൽ നിന്ന് തന്നെ സക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ട് ഇതിൽ. ഓക്കെ, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഒരു പേഴ്സണൽ ചോദ്യമാണ്, ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ യൂസ് ഒന്ന് പറഞ്ഞുതരുമോ? ഇതൊരു സേഫ്റ്റി ക്ലിപ്പാണ്. അതായത് ഈ ഒരു ക്ലിപ്പ് നമ്മളിൽ എവിടെയെങ്കിലും ഹാങ് ചെയ്ത് ഇടുക, അതായത് നമ്മുടെ ബോഡിയായിട്ട് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് ഇടുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സപ്പോസ് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ ഇതിങ്ങനെ വിട്ടുപോകും. ഇതിങ്ങനെ വിട്ടുപോയാൽ നേരെ ഓഫാവും, നമ്മുടെ എൻജിൻ നേരെ ഓഫാവും. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഇതിലിങ്ങനെ അറ്റാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു അപകടം വന്നാൽ നമ്മൾ സപ്പോസ് വെള്ളത്തിൽ നിന്ന് വീണ് പോയാൽ ഈ കണക്ഷൻ ഇതിൽ നിന്ന് വിട്ടുപോകും. അങ്ങനെ നേരെ ആ ബോട്ട് ഓഫ് ആവുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഉപയോഗം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഓൾമോസ്റ്റ് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്താൽ മതി.